പോയാ രണ്ടുപേരും ജീവിതകാലം മുഴുവൻ അടികൂടേണ്ടി വരും. ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ എന്ത് ചെയ്യാൻ പോവാ വീർ? അവരുടെ അടുത്ത് മാജിക്കൽ പവേഴ്സ് ഉണ്ട്. എന്റെ അടുത്ത് നല്ല ബുദ്ധി ഉണ്ടല്ലോ. കേക്ക്. പിന്റു, എനിക്ക് നിന്നോട് കുറച്ച് കണക്കുകൾ തീർക്കാനുണ്ട്. നീ എന്നെ മിനാറിൽ കെട്ടി തൂക്കിയിട്ടതല്ലേ? വരൂ, നമുക്ക് താഴെ പോയി ഫൈറ്റ് ചെയ്യാം. ഞാനെങ്ങാനും ജയിച്ചാൽ പിന്നീട് ഞാനായിരിക്കും യജമാനൻ. നീ എന്റെ ആജ്ഞകൾ അനുസരിക്കണം. സമ്മതമാണ്. ട്വിസ്റ്റർ സ്യൂട്ട് ഓൺ. ട്വിസ്റ്റർ സ്യൂട്ട് ഓൺ. പിന്നെ എന്താ സംഭവിക്കുക? ഇന്നാ പിടിച്ചോ. എന്നെ പുറത്തെടുക്ക്. വേണ്ട, ഇത് ചീറ്റിംഗ് ആണ്. ഇത് ചതിയാണ്. നീയപ്പോ എങ്ങനെയാ പുറത്തു വന്നത്? നിന്നെ മടക്കി അയക്കാൻ ഇതേ ഉള്ളൊരു വഴി. പോയിട്ട് സ്വന്തം ലോകത്തിൽ ജീവിക്ക്. താങ്ക് യു വീർ, നീയാണ് എന്നെ രക്ഷിച്ചത്. നീ ശരിക്കും ഒരു വീരനാ. പറഞ്ഞു തരാം. ഇംലി, നീ ഇവിടെ എന്ത് ചെയ്യുവാ? വീർ, വീർ, എഴുന്നേക്ക്. ഇംലി നിന്റെ തലയിൽ എന്താ വെച്ചേക്കുന്നെന്ന് നോക്ക്. വീർ, എഴുന്നേക്ക്. നിനക്കിത് എന്ത് പറ്റി ചുൾബോൾ? അല്ല ഇംലി, നീ എന്താ ഈ സമയത്ത് ഇവിടെ? വീർ, വീർ, നിന്റെ തലയിൽ അവളെന്താ വെച്ചിട്ടുണ്ട്. ഇതെന്താ? ഓ, ഇത് ഡേറ്റ ട്രാൻസ്ഫർ ഡിവൈസ് ആണല്ലോ. ഇംലി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? മാത്രല്ല, നിന്റെ കണ്ണിൽ എന്താ ഇങ്ങനത്തെ എക്സ്പ്രഷൻ വരുന്നേ? ഇത് ഇംലി അല്ല, വേറെ ആരോ. ജിണ്ടുവിനെ വിളിച്ചേ പറ്റൂ. എന്ത് കാര്യമാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് വേഗം പറഞ്ഞോളൂ. ജിണ്ടു, വേഗം ഇംലിയുടെ അടുത്തേക്ക് ചെല്ല്. ഓക്കെ ബോസ്, അതിനെന്താ ഇപ്പൊ എത്തിക്കാലോ. ഇതിൽ 1% ഡേറ്റ പോലും ഇതുവരെ ട്രാൻസ്ഫർ ആയിട്ടില്ലല്ലോ. വീണ്ടും ചെല്ല്. ഈ തവണ നിന്റെ ശക്തി പൂർണ്ണമായിട്ട് നീ ഉപയോഗിക്കണം. അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ. ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇംലി, നീ എങ്ങനെ ഇവരോട് കൂടിയത്? ഞങ്ങൾ ഇവളെ ഹിപ്നോട്ടൈസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവൾ ഞങ്ങൾ പറയുന്നത് മാത്രമേ അനുസരിക്കൂ. ഞാനിവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? വീർ, വീർ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. വീർ, ഇത്
പിടിക്ക്. ഇത് നീ നിന്റെ തലയിൽ വെക്ക്. ഇല്ല, ഒരിക്കലും ഇല്ല. അത് ഞാൻ തലയിൽ വെച്ച എന്റെ എല്ലാ ഇൻഫർമേഷനും അതിനകത്ത് കയറും. നീ എന്താ നിന്റെ പവറുകളൊന്നും ഉപയോഗിക്കാത്തത്? ഇല്ല, ഞാൻ ഒരിക്കലും ഇംലിയെ ആക്രമിക്കില്ല. അവളെ ഹിപ്നോട്ടൈസ് ചെയ്തിരിക്കുക. ആ ചിഞ്ചിഞ്ചുവിന്റെ കയ്യിൽ ഒരു കറുത്ത കണ്ണടയുണ്ട്. അതെടുത്ത് വെച്ച് ഗ്രീൻ ബട്ടൺ അമർത്തി ഇംലിയുടെ കണ്ണിലേക്ക് നോക്കിയാ മതി. അവള് പഴയതുപോലെ ആയിക്കോളും. Wing suit on. Wing suit on. വീർ, പുറകിൽ നോക്ക്. വീർ. ഇന്ന് നിന്റെ വീറിനെ ഇവിടുന്ന് രക്ഷിക്കാൻ ആർക്കും ആകില്ല കൊച്ചേ. ആ രക്ഷിക്കണേ! വീർ! Help! തുറക്ക്, തുറക്ക്. X-ray vision on. വീർ. ഞാൻ അപ്പൂപ്പനെ കൂട്ടിക്കൊണ്ടുവരാം. വേണ്ട. ഹലോ ബോസ്, വീറിനെ പിടിച്ചിട്ടുണ്ട്. ഇതാ അങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. എനിക്ക് സന്തോഷമായി, വളരെ വളരെ സന്തോഷമായി. അപ്പൂപ്പ, ഇങ്ങോട്ട് വരരുത്. ഇവിടെ അപകടമാണ്. ഇത് Oh no! വീർ! ഇതൊന്ന് ഫ്രിഡ്ജാണ്. രക്ഷിക്കണേ! ചുൾബുൾ, വേഗം ഇവിടുന്ന് ഓടിക്കോ. ഓടിക്കോ. ഗുഡ് മോർണിംഗ് ബോസ്. ഓ, രാവിലെ തന്നെ നിന്റെ മോന്തയല്ലടാ കണി കണ്ടത്. പിന്നെ എങ്ങനെ ഇന്നത്തെ ദിവസം നന്നാവും? മാത്രമല്ല, നീ ഇത് എന്ത് കോലത്തിലാ വന്നിരിക്കുന്നതാ? ബോസ്, ഫുർസത് ഗഞ്ചും ഫാൽത്തു ഗഞ്ചും തമ്മിൽ ഒരു ഫുട്ബോൾ മത്സരം നടക്കാൻ പോവാണ്. ഇത് എല്ലാ വർഷവും നടക്കുന്ന ഫുട്ബോൾ മാച്ചാ. ഞാൻ പൊക്കോട്ടെ ബോസേ. എനിക്ക് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടാ. കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് ഫുട്ബോൾ കളിക്കുമായിരുന്നു ബോസ്. എടാ, നീ ഫുട്ബോൾ കളിക്കുമായിരുന്നോ അതോ നിന്നെ ഫുട്ബോൾ ആക്കി നാട്ടുകാരെല്ലാം കൂടി കളിക്കുമായിരുന്നോ? ഫുർസത് ഗഞ്ചിലെ ഫുട്ബോൾ മാച്ചാണ്. അപ്പോൾ ആ പ്രേം സഹായിയുടെ റോബോട്ട് തീർച്ചയായും അവിടെ വരുന്നതാണ്. ഇത്തവണ അതിന് രക്ഷപ്പെടാനാവില്ല. സോറി ബോസ്, ഞാൻ വേണമെങ്കിലൊന്ന് ശ്രമിച്ചു നോക്കാം. പക്ഷെ ഓരോ തവണ ശ്രമിക്കുമ്പോഴും എനിക്ക് അവനെ പിടിക്കാൻ പറ്റാതെയാണല്ലോ വരുന്നത്. ഇത്തവണ നീ ഒറ്റയ്ക്കല്ല അവനെ പിടിക്കാൻ പോകുന്നത്. ഫുർസത് ഗഞ്ചിന് വേണ്ടി കളിക്കാൻ പോകുന്ന കളിക്കാരെ മുഴുവൻ നീ കളിപ്പിക്കുന്ന പോലെ ആയിരിക്കും മാച്ച് കളിക്കുക. ഇത് നോക്കടാ, റെഡ് ടീമും ബ്ലൂ ടീമും
ബ്ലൂ ടീം ഫുർസത്ഗഞ്ചിലെ ടീമാണ്, റെഡ് ടീം ഫാൽത്തുഗഞ്ചിലെ ടീമാണ്. മനസ്സിലായോടാ? പക്ഷേ ബോസ് പറയുന്നത് പോലെ ഈ ഫാൽത്തുഗഞ്ചിലെ ടീം ഞാൻ പറയുന്നത് പോലെ എങ്ങനെയാണ് കളിക്കുന്നത്? ഇത് മനസ്സ് കൺട്രോൾ ചെയ്യുന്ന റോബോട്ടുകളാണ്. ഇത് ഫാൽത്തുഗഞ്ചിലെ കളിക്കാരുടെ ദേഹത്ത് ഒട്ടിച്ചു വെക്കും. അങ്ങനെ അവരുടെ മനസ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം അവരെല്ലാം റോബോട്ടുകളെ പോലെ ആകും. നീ എന്തൊക്കെ കമാൻഡ്സ് കൊടുത്താലും അവരതൊക്കെ അനുസരിക്കുന്നതാണ്. ബണ്ടി, എന്നെയും വീറിനെ കളിപ്പിക്കാവോ പ്ലീസ്? എനിക്ക് ഫുട്ബോൾ കളിക്കാൻ ഒരുപാട് ഇഷ്ടമാ. ഈ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനെ ഞാൻ അറിയാവോ? വേറെ ആരെ ടീമിലെടുത്താലും നിങ്ങളെ രണ്ടുപേരും ഞാൻ ഒരിക്കലും ടീമിലെടുക്കില്ല. പ്ലീസ് പ്ലീസ് പ്ലീസ്, ഞാൻ എല്ലാ ബോളിലും 4ഉം 6ഉം ഒക്കെ അടിക്കും. ഐ പ്രോമിസ്. ഇംലി, ഇത് ഫുട്ബോൾ ആണ്, ക്രിക്കറ്റ് കളിയല്ല. ഇതില് ഗോളാ അടിക്കാറ്, 4ഉം 6ഉം അല്ല. ആഹാ, ഞാൻ അത് തന്നെയാ പറഞ്ഞേ. ഫുട്ബോളിൽ നീ 6 അടിക്കോ?